ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾ സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണമുണ്ട് കേട്ടോ. പക്ഷേ എന്തെന്നാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളെ വീഡിയോ പറ്റ ഒരു വ്യൂ കുറവായി വന്നിട്ടുണ്ട്. എന്താണ് എന്നുള്ളത് അറിയൂല. പിന്നെ കുറച്ച് ദിവസമായിട്ടൊക്കെ എനിക്ക് ശരിക്കും അങ്ങ് വീഡിയോ ഇടാനും പറ്റിയിട്ടില്ലേനു. ഓരോരോ സാഹചര്യങ്ങളും വീഡിയോ എടുക്കാനും ഇടാനൊക്കെ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് തുടർന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ തട്ടകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ വീട്ടമ്മമാരെ തട്ടകം എന്ന് പറയുന്നത് ഈ ഒരു അടുക്കള തന്നെയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് തുടക്കം. എന്തായാലും ഞാൻ മക്കളെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചാണ്. രണ്ടാളും ഒരുത്തി മുന്നിലും പോയിണ്, മറ്റോന് ബേക്കിലും പോയിണ്. അപ്പോൾ ഓരോ രണ്ടാളെയും പറഞ്ഞയച്ച് പിന്നെ കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ കേട്ടോ ഇന്ന് നേരത്തെ എണീച്ച് വന്നിട്ടുണ്ട് ഒരാൾ. 7 മണിയായപ്പോഴത്തേക്കും ഓൻ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചില ദിവസമൊക്കെ 9 മണി 8:30 9 മണി വരെയൊക്കെ അങ്ങനെ ഉറങ്ങണതാണ്. ഇന്ന് എന്താണാവോ കുറച്ച് നേരത്തെ തന്നെ ഇങ്ങോട്ട് എണീച്ച് വന്നിട്ടുണ്ട്. അപ്പം കുറേ നേരം എന്നോട് എടുത്തിട്ട് നിൽക്കാനുള്ള ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓനെയും എടുത്തിരുന്നാലിപ്പോൾ നമ്മളെ പണികളൊന്നും നടക്കൂലല്ലോ. ഇപ്പോൾ പോയ ആൾക്കാരൊക്കെ ഇത്തിരി ഒന്ന് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും മദർസ് വിട്ട് വരും. സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അധികം അങ്ങോട്ട് ഇരിക്കാനൊന്നുമില്ല. മെല്ലെ സോപ്പിട്ടൊന്ന് അവിടെ എൻ്റെ അടുത്ത് തന്നെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പത്തിരി ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ പത്തിരിയും മീൻ വാങ്ങിയിട്ടോ. എപ്പോൾ നമ്മളൊരു ധാരണ ഇറച്ചി ചിക്കനും ബീഫൊക്കെയാണ് പത്തിരിക്ക് ചേരുക എന്നാണല്ലോ. അപ്പം ഞാൻ എന്തായാലും ഇന്ന് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തേങ്ങ അരച്ചിട്ട് പത്തിരിക്ക് കറിയാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അത് വാങ്ങി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വേഗം ആക്കി നന്നാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഓനിക്കുള്ള ചായ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വോയിസിൽ ചിലപ്പം ഇടയിൽ കൂടെ എന്തെങ്കിലും ഒരു ഒച്ചയൊക്കെ നിങ്ങൾ കേൾക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഞാൻ ഇന്ന് പിന്നെ ഉച്ചക്ക് കഴിഞ്ഞ് വൈകുന്നേരം ആവാനായൊരു സമയത്താണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത്. വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വോയിസ് കൊടുക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയിട്ടില്ല. നാസിമോന് ഉറങ്ങി എണീക്കുകയും ചെയ്തിരിക്കണം. ഓൻ എൻ്റെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിന്ന് ഒച്ചപ്പാടെല്ലാം കൂടെ ആക്കിങ്ങോണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ രണ്ടാമത് ഓൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് പറ്റിയിട്ടില്ലേനു. അപ്പോൾ ഓന് എണീക്കുകയും ചെയ്ത്. പിന്നെ ഞാൻ എന്തായാലും ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ്. അപ്പോൾ പിന്നെ ഓനെ മെല്ലെ അഡ്ജസ്റ്റ് ആക്കി അവിടെയൊക്കെ ഇരുത്തി അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പോയി തീയൊക്കെ ഒന്ന് കത്തിച്ച് വെള്ളം വെച്ചാണ്. ഈ ഒരു തീ കത്തിക്കൽ നമുക്ക് എന്തായാലും ഇവിടെ പതിവ് തന്നെയാണ് കേട്ടോ. രാവിലെ എണീച്ചാൽ ആ തീ കത്തിച്ചാൽ ചെമ്പിൽ അങ്ങോട്ട് ആ വെള്ളം വെക്കും ഞാൻ. ഇനിയിപ്പം കുളിക്കുന്നവർക്ക് കുളിക്കാൻ, ഇനിയിപ്പോൾ അല്ലാതെ ആ ഒരു അടുപ്പിൽ തീ ഉണ്ടായി നമ്മളെ വേഗം ചോറിൻ്റെ പരിപാടികളൊക്കെ അങ്ങോട്ട് ആയിക്കോളും. അപ്പം ഞാൻ വിറകൊക്കെ കഴിയാനായിന് കേട്ടോ. കുറേ വിറകൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വിറക് കൊണ്ടുവരുമ്പോൾ ഞാൻ പറയുന്നു കേട്ടോ എന്തിനാ ഇത്രയും കൊണ്ടുവരണേന്നൊക്കെ. ഇപ്പം എന്നോട് ചോദിക്കലുണ്ട് ഈ അല്ല ഇപ്പം എന്തിനാ ഇത്രയെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ വിറക് എവിടെയെന്ന്. ഇതിപ്പോൾ തീരാനായപ്പോൾ എനിക്കും ബേജാറായിന് കേട്ടോ. സംഭവം നമ്മൾ ഗ്യാസുമെന്നൊക്കെയാണ് അധികം ഉണ്ടാക്കുക. ചോറും കുളിക്കണ വെള്ളവും അങ്ങനെയൊക്കെയാണ് അടുപ്പത്ത് ഉണ്ടാക്കലുള്ളൂ. പക്ഷേ ഇത് തീരാനായപ്പം വല്ലാത്തൊരു ബേജാറുണ്ട്. അപ്പം ഞാൻ വിറകൊക്കെ കൊണ്ടുവന്ന് ഉള്ളിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ കറിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ അയിലൊക്കെ ഒന്ന് വേഗം 3 അയിലായിട്ടുണ്ടായിരുന്നത്. ഇന്ന് മോളെ ബർത്ത്ഡേ ആണ് നിച്ചു മോളെ. അപ്പോൾ വൈകുന്നേരം എന്തായാലും ചിക്കൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കും രാവിലത്തേക്കും കൂടെ ആയിട്ട് ഒരു 50 ഉറുപ്പ്യക്ക് ഒരു 3 അയിലയാണ് കിട്ടിയത്. അത് വാങ്ങി തേങ്ങ അരച്ച് പത്തിരിക്കും ഒരു കറിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതേനു. അപ്പോൾ അതൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ തക്കാളി പച്ചമുളകും പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ഇട്ട് ചതക്കാനും ഇതാക്കാനൊന്നും നിന്നില്ല. അതിലേക്ക് തന്നെ അല്ലിയായിട്ട് അങ്ങ് തോല് പൊളിച്ചിട്ടതേനു. അപ്പോൾ അതൊക്കെ ഒന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും പൊട്ടിച്ച് നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വാടാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരിത്തിരി വെള്ളം ഉറ്റിച്ച് കൊടുത്തിട്ട് അവിടെ മൂടി വെച്ചാൽ അത് അവിടുന്ന് അങ്ങോട്ട് വാടി വെന്ത് വന്നോളുമല്ലോ. അപ്പോൾ അതൊക്കെ വാടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇന്ന് ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. ചിലപ്പോൾ ഒരു തോന്നലാണ്, ചിലപ്പോൾ മല്ലിപ്പൊടി ഇടാൻ തോന്നില്ല. അപ്പോൾ ഇന്നെന്തോ മല്ലിപ്പൊടി ഇടാമെന്ന് തോന്നിയപ്പോൾ ഞാൻ
അതും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ടേനു. ഇത് നല്ലോണം ഒക്കെ മിക്സാക്കി നമ്മൾ പുളിവെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് സാലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തിളച്ച് വന്നിട്ട് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മീനൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും വേഗം തേങ്ങയൊക്കെ ഒന്ന് അരച്ച് കൊണ്ടുവന്ന് അതും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് തിളച്ചപ്പോൾ ഞാൻ മീനെ കയ്യിലിട്ടിട്ടൊന്ന് മൂടി വെച്ചിടണം ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. പകുതി വേകുമ്പോഴത്തേക്ക് തന്നെ തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങോട്ട് അരച്ച് കൊണ്ടുവന്ന് അതും അതിൽ ജാറൊക്കെ ഒന്ന് ചുവറ്റി അങ്ങോട്ട് ഒഴിച്ച് അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം നമ്മൾ അധികം അങ്ങനെ മീൻ തേങ്ങ അരച്ചിട്ട് കറി വെക്കലില്ല, എപ്പോഴും നമ്മൾ മുളക് ഇടൽ തന്നെയാണല്ലോ. അപ്പോൾ ഇന്നെന്താ പറയുക, കുറേ തീരെ നമ്മൾ ഉണ്ടാക്കാതെ അങ്ങോട്ട് ഉണ്ടാക്കണേനൊക്കെ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ആയിക്കൂലേ. അപ്പോൾ അതുപോലെ തന്നെ ഇനി കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. അതിലെ തേങ്ങ അരച്ചതും പത്തിരിക്കും ചോറിനൊക്കെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഞാൻ ഒന്ന് തിളക്കാനും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒന്ന് തിളച്ചാൽ അതങ്ങ് ഓഫാക്കി വെക്കാൻ തന്നെ ഉള്ളൂ. ഇതൊന്നും അധികം അങ്ങോട്ട് വേവാനൊന്നും ഇല്ലല്ലോ. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടാനുള്ള വെള്ളവും വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ടായിന്. ഇപ്പോൾ അതൊരു തളികയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേഗം ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ സംഭവം എൻ്റെത് നേരം നല്ലോണം പോയിന് കേട്ടോ. കുട്ടികൾ മദ്രസ വിട്ട് എത്താനായിന്, ഇക്കാക്ക് പോകാൻ സമയമായിന്. ചടപടേന്നുള്ളൊരു പത്തിരി ചുടലായിന് കേട്ടോ ഇന്ന്. എന്താ പറയുക, ഈ പത്തിരി ചുടുമ്പം നല്ല ഇതിൻ്റെ കുഴയിലാണല്ലോ ഈ ഇതിനൊരു നല്ല സോഫ്റ്റൊക്കെ ഉണ്ടായിന്. എന്നാലും ഞാൻ സാധാരണ ചുടുന്ന പോലത്തെ ആ ഒരു ഇന്ന് വന്നില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ നല്ലോണം കുഴച്ച് സെറ്റപ്പാക്കി നിൽക്കാനുള്ള ഒരു സമയം ഉണ്ടായില്ല. ആകെ ഒരു കറിയെല്ലാം ആയി. പിന്നെ കുറച്ച് നേരം മോനും നേരത്തെ എണീച്ചത് കൊണ്ട് ഓൻ്റെ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, വല്ലാണ്ട് ഇതിമേൽ അങ്ങോട്ട് നിൽക്കാനും നേരം കിട്ടിയിട്ടില്ല. എല്ലാവരും വരുമ്പോഴത്തേക്കും വേഗം ആവും വേണമല്ലോ. ഈ പത്തിരി ആണെങ്കിൽ ചൂടോടെ കുഴച്ചെടുക്കും വേണം. അപ്പം ഞാനതൊന്ന് തളികയിലാവുമ്പോൾ വേഗം ഒന്ന് ചിക്കി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ആ പൊള്ളണ ചൂടങ്ങോട്ട് പൊയ്ക്കോളുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടാവൂലേ? ഇഷ്ടമാവുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇനി കുറവാണെങ്കിലും കുറവല്ല, ചിലപ്പം എല്ലാവർക്കും ഇപ്പോൾ നമ്മളെ വീഡിയോകളും കണ്ടിരിക്കാൻ ഇപ്പോൾ നേരം ഉണ്ടാവണമെന്നൊന്നുമില്ലല്ലോ. ഞമ്മക്കായാലും ഇനിയിപ്പോൾ വേറെയുള്ള ആർക്കായാലും ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഓരോ സാഹചര്യങ്ങളും തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതിൽ തന്നെയാണല്ലോ എല്ലാവരും കടന്നു പോവുക. ഇപ്പം എന്താണെന്നറിയില്ല കേട്ടോ, എനിക്ക് വീഡിയോ എടുക്കാനും ഒന്നിനും ഒരു മൂഡില്ലാത്ത എന്തോ ഒരു ഉഷാറില്ലാത്തൊരു ദിവസമായിട്ടുണ്ട് ഈ ഒരാഴ്ച എന്ന് പറയുന്നത്. എന്താണാവോ കേട്ടോ, എന്താണെന്നൊന്നും അറിയില്ല, എന്നാലും എന്താണെന്നറിയാത്ത എന്തോ അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഞാൻ എന്തായാലും നമ്മളൊരു കാര്യം തുടങ്ങിയാൽ നമ്മൾ തന്നെ ഒരു ചടപ്പ് പോലെ ആയിട്ട് അത് നിർത്തുന്നത് ശരിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ആ ഒരു മൂഡ് ഓഫിനെയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു ഉഷാറോട് കൂടെ തന്നെ നമ്മളെ പരിപാടി എന്തായാലും വീട്ടിലിരുന്നൊരു ചെറിയൊരു വരുമാനം ആഗ്രഹിച്ചിട്ട് തന്നെയാണല്ലോ ഇപ്പോൾ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് മെല്ലെ മുന്നോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. നാസിമോന് ഉറങ്ങാതെ ഞാൻ അപ്പോൾ എന്തായാലും ഇതാട്ടോ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കമൻറ്റിൽ ചിലപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഈ ചട്ടകം കൊണ്ട് ഇട്ടിട്ട് ഇതാക്കാൻ പാടില്ലാന്ന് ഒരു മരത്തിൻ്റെത് ഉണ്ടായിന് കേട്ടോ, അത് പൊട്ടിപ്പോയി. പിന്നെ ഞാനധികം കൈ കൊണ്ട് ഇങ്ങോട്ട് എടുത്തിടൽ തന്നെയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ടാണ് ഞാൻ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അല്ലാതെ കയ്യിൽ ഫോണ് പിടിച്ച് പിന്നെ ഇതാക്കുമ്പോൾ ചിലപ്പം പറ്റിയെന്നില്ല. ഇത് ചുടലും ഫോണ് പിടിക്കലും ക്യാമറ ഓണാക്കലും എല്ലാം കൂടെ ചിലപ്പോൾ ഇതാകുമ്പോൾ അങ്ങോട്ട് ശരിയായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ തന്നെ പത്തിരി നന്നായിരുന്നു. എന്നാലും നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല, നമ്മൾ സാധാരണ ചുടുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിയില്ല എന്നുള്ളത്. എല്ലാത്തിനും ഒരു സബൂറൊക്കെ വേണമെന്ന് പറയുന്നത് ഇതിനാണ് അല്ലേ. ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചായക്കുള്ള വെള്ളവും വെച്ചാണ്, എല്ലാവരും ഏകദേശം വരാനായിന്. പിന്നെ ഇപ്പോൾ എനിക്ക് കറി ആയം കൊണ്ടൊരു സമാധാനം കേട്ടോ, ചുടുന്ന ഓരോരുത്തർ അങ്ങനെ വന്നിട്ട് കുടിച്ച് പോയിക്കോളല്ലോ. അപ്പോൾ ഇതാ നിച്ചുമോള് ഇന്ന് ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് ഇന്ന് യൂണിഫോം എന്നല്ല കളറൊക്കെ ഇട്ട് ഒരു പാക്കറ്റ് മുട്ടായി കൊണ്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഇന്ന് യൂണിഫോമൊന്നും ഇട്ടില്ല. അപ്പോൾ പോകുമ്പോൾ മുട്ടായിക്കും യാത്ര പറച്ചിലും കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള ഇതിലാണ്. ഓരോ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഇടയിൽ കൂടെ ചായ ഒക്കെ കുടിച്ചതാ ഓള് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് നാഫിമോനെ പറഞ്ഞേക്കണം. പിന്നെ എല്ലാവരും പോവലും ഒക്കെ കഴിഞ്ഞിട്ടാണ് സമാധാനത്തിലൊന്ന് ഞാൻ ചായ കുടിക്കാനിരിക്കുക. അപ്പോൾ അത് എൻ്റെ കൂടെ ഇവനും കൂടെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഓന് ഒറ്റയ്ക്ക് തിന്നോളും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ പത്തിരിയും പഞ്ചാര എന്തിനും ദോശക്കും പൂരിക്കും ഒക്കെ ചിലപ്പോൾ പഞ്ചാര അതൊക്കെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ പഞ്ചസാര മതിയെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കണത്. എൻ്റെ കുട്ടി ഇവിടെ
ഞാൻ ഈ വോയിസ് കൊടുക്കണ കണ്ടിട്ടാണ് തോന്നുന്നുണ്ട്. വല്ലാത്ത ഒച്ചപ്പാടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മിണ്ടല്ലേ എന്നൊക്കെ കുറേ നേരമായി ഞാൻ പറയുന്നത്. പക്ഷെ ഓൻ്റെ ഇതിൽ മെല്ലെ സോപ്പിട്ട് നിർത്തിയിട്ടില്ലെങ്കിൽ ഇപ്പം ഈ പറയണതും കൂടെ ഉണ്ടാവില്ല. അപ്പം എന്തായാലും മെല്ലെ കളിക്കുന്ന സാധനമൊക്കെ അവിടെ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഞാനോനെ. ഇത് ഞാൻ നബിദിനത്തിന് ഇവർക്ക് കുട്ടികൾക്ക് സമ്മാനം കിട്ടിയ ക്ലാസ് ആയിരുന്നു കേട്ടോ. ഒന്ന് നാച്ചിക്ക് ചെറുതിന് നമ്മളെ ചെറിയ കുട്ടികൾക്ക് അവിടെ ഒരു കാക്ക അങ്ങനെ ക്ലാസ് സമ്മാനം കൊടുക്കലുണ്ട് എല്ലാ പ്രാവശ്യവും. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ എനിക്കിപ്പോൾ അതിലേ ചായ കുടിക്കൽ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് എണീച്ചിട്ട് അപ്പോൾ ഇന്ന് അംഗൻവാടിയിൽ വിടാൻ വേണ്ടിയിട്ട് ഇന്ന് അനിയൻ്റെ മോളില്ല, ഇവിടെ ഇല്ല, ഒരു മാനന്തവാടിയാണ് ഉള്ളത്. അപ്പോൾ ഇവന് ഒറ്റക്കാണ്, ഓരില്ലാതെ നിൽക്കുമോയെന്നൊന്നും അറിയൂല. എന്തായാലും ഞാൻ ഇതിലങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ പിന്നെ ഓനെ മെല്ലെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് ഓനെ കൊണ്ടുവന്നാക്കി തിരിച്ചതാ വന്നേണ്. ഇനി ഒരു ഭാഗത്തുനിന്ന് നമ്മളെ പണികൾ തുടങ്ങാനുണ്ട്. എല്ലാം ആകെ അലമ്പായി പരങ്ങി കിടക്കുകയാണ്. അപ്പം മെല്ലെ തുടങ്ങി വേഗം പണികളൊക്കെ ഒന്ന് എടുത്ത് തീർക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ അതൊന്നും അങ്ങനെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. വേഗം അടിച്ചു വാരലും തുടക്കലും പരിപാടിയും കാര്യങ്ങളും ബാക്കിയുള്ള പണികളൊക്കെ അങ്ങ് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ഇതൊക്കെ കഴിഞ്ഞിന് കേട്ടോ. പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. നിച്ചുമോള് വന്നതിന് ശേഷം ഓക്ക് കുറച്ച് കലാവിരുതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിൻ്റെ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. രാവിലത്തെ അയില തേങ്ങ അരച്ച കറിയും നല്ല സാധാ വെറുംചോറും അത് കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ചോറ് വയ്ക്കലൊക്കെ അങ്ങോട്ട് നടക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഒരു കോളും കൂടെ വന്നിട്ടുണ്ടായിന് കേട്ടോ. അത് പിന്നെ ഞാൻ വേഗം കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ സാധാരണ ചെയ്യണ കാര്യങ്ങൾ അതാത് സമയത്ത് അങ്ങോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ വല്ലാത്തൊരു ഇടങ്ങാറ് തന്നെ ആയിരിക്കൂലേ. അത് പിന്നെ അതൊന്ന് ശരിയായി കിട്ടണമെങ്കിൽ കുറച്ച് ഇടങ്ങാറായിരിക്കും. പിന്നെ അതാ മഗ്‌രിബിന് നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് അതൊക്കെ നിച്ചോളം തന്നെ ചൂടാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായി. പിന്നെ ഇന്ന് ഇവളെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇക്ക വരുമ്പം ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ കൂടെ ഉണ്ട് ചിക്കൻ എന്തായാലും വാങ്ങാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് തേങ്ങാച്ചോറോ കുറച്ച് നെയ്ച്ചോറോ എന്തെങ്കിലും വറ്റിക്ക രാത്രി കൊണ്ടുവരികയാണെങ്കിൽ എന്നൊക്കെ വിചാരിച്ചതേനു. മക്കൾക്കൊരു സന്തോഷമായിക്കോട്ടെ, ഓർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നത്. ഒരു കേക്ക് കിട്ടിയാൽ മതി കേട്ടോ അവർക്ക്, അതാണ് ഓർക്ക് ധന്യമായിക്കോളും എന്തായാലും. അപ്പം മന്തീൻ്റെ അരിയും ചിക്കനും വാങ്ങിയിട്ടുണ്ട്. കൊണ്ടുവരുന്ന സമയം 8:30 മണിയായിന് കേട്ടോ. രാത്രി ഇശാ ബാങ്കൊക്കെ കൊടുത്ത് കുറേ കഴിഞ്ഞപ്പോഴാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. മക്കളൊക്കെ ഉറങ്ങിപ്പോണേനും പിന്നെ വേഗം ഉണ്ടാക്കട്ടെ വിചാരിച്ചിട്ട് അതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കേക്ക് മുറിച്ചിട്ട് പിന്നെ നമ്മളെ തൊട്ടടുത്ത് തന്നെ കുട്ടികളും എല്ലാവരും ഉണ്ടല്ലോ, അനിയൻ്റെ ഏട്ടൻ്റെ ഒക്കെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മുറിച്ചിട്ട് ഓർക്കൊക്കെ അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പ്രതീക്ഷിക്കാണ്ട് ചിക്കൻ എന്തായാലും വാങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ അരി ഇതൊന്നും ഈ സമയത്ത് കൊണ്ടുവരുന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അത് ഇനിയിപ്പോൾ ചടപടേന്ന് ഉണ്ടാക്കി വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ പറ്റിയില്ല കേട്ടോ. സമയം ഒരുപാട് വൈകിട്ടാണ് സാധനം കൊണ്ടുവന്നത് തന്നെ. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ചിക്കന് ഒന്ന് പൊരിച്ച് ഒന്ന് മസാല പോലെ ആക്കിയിട്ട് പിന്നെ മന്തി റൈസും ആക്കിയതേനി കേട്ടോ ഞാൻ. ഇനിയിപ്പം ഈ ഒരു പാട്ടൊക്കെ ഒരു പാട്ടയാണ് ഇതൊക്കെ എടുത്ത് ഈ ഒരു സംഭവമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ബാക്കിയും തുടർന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അപ്പോൾ അരിയൊക്കെ നളന്ന് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായി. ഇന്നത്തെ വോയിസ് ഓവർ തീരെ ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അതാ ഫുള്ളും ഒച്ചപ്പാടും കുറേ ഫോണ് വരുത്തും നാച്ചീൻ്റെ ഒച്ചപ്പാടും പിന്നെ ഓരോരുത്തർ വിളിച്ചുകൊടുക്കലും എല്ലാം കൂടെയാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെ ആയിരിക്കില്ല, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കണമെന്നില്ല. ശരിക്കും നമ്മൾ ചെയ്യണ സമയം കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പിന്നെ തല തിരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കേട്ടോ മക്കൾ ഉറങ്ങണതിന് മുന്നേ തന്നെ അപ്പുറത്തൊക്കെ കൊടുത്ത് വിടേണ്ടതുകൊണ്ട് തന്നെ വേഗം കേക്ക് അങ്ങോട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് പിന്നെ ബർത്ത്ഡേ പറഞ്ഞാൽ ഈ ഒരു കേക്ക് കിട്ടിയാൽ മതി കേട്ടോ, വേറെ ഒന്നും വേണമെന്നില്ല. ഇത് മതി ധന്യമാവാൻ മക്കൾക്ക്. കേക്ക് ബർത്ത്ഡേ പറഞ്ഞാൽ ഒരു കേക്ക് വാങ്ങിയാൽ ഓർക്ക് സന്തോഷമായി, വേറെ ഒന്നുമില്ല. പിന്നെ ഇപ്പം ഞമ്മക്കും വേറെ ഒന്നുമില്ലല്ലോ, ഇവരുടെ സന്തോഷം തന്നെയല്ലേ ഇപ്പം ഞമ്മക്കും വലുത്. അതുകൊണ്ട് പിന്നെ ഐറ്റക്ക് വേണ്ടിയിട്ട് എന്തായാലും ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഒരു കേക്ക് മുറിക്കുക എന്നുള്ളതാണ് മക്കൾക്കൊരിത്. അപ്പോൾ അതങ്ങോട്ട് ആക്കി മുറിച്ചങ്ങ് കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.